സൂറത്തു യാസീൻ നാം പതിവായി ഓതുന്ന സൂറത്താണ്. ആ യാസീൻ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ ഈ ദിവസങ്ങളിലായി ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടി ഓതിയാൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും അത് വളരെ മുജറബായൊരു അമലാണ് എന്നുള്ളതും മഹാന്മാർ പറഞ്ഞു നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ സൂറത്തു യാസീനിന്റെ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കാരണമായ ഒരു രൂപവും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൃത്യമായി ഇതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആവശ്യങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, ജോലി തടസ്സമുള്ളവരുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ വലിയ ഫത്ഹ് ലഭിക്കാൻ സൂറത്തു യാസീൻ ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ അതിന് കാരണമാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അപ്പൊ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇരിക്കുന്നില്ല. അപ്പോൾ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ ശേഷം അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച കൃത്യമായ 10 മണിക്ക് ശേഷം കോൾ ചെയ്താല് ബുക്കിംഗ് കിട്ടും എന്നറിയിക്കണം. ഇത് പലരും പല സമയങ്ങളിലും കോൾ ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും കിട്ടാത്തത്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം 10 മണിക്കാണ് ആദ്യ ടോക്കൺ കൊടുത്തു തുടങ്ങുക. 10 മണി മുതൽ വിളിച്ച് ഇങ്ങനെ ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ ഏകദേശം അന്നത്തെ ദിവസത്തേക്ക് ഫുള്ള് ബുക്കിംഗ് ആയി തീരും. അപ്പോൾ വളരെ പെട്ടെന്ന് വിളിച്ച് നിരന്തരം വിളിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് അറിയിക്കണം. ഒരുപാട് ആളുകൾ കോൾ ചെയ്യുമ്പോൾ ബിസി കാണിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ചൊവ്വാഴ്ചകളിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വരാൻ പറ്റുക. പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തു യാസീനിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സൂറത്തു യാസീനിന്റെ ഈ പറയുന്ന രൂപത്തിൽ ഒരു പ്രത്യേക രൂപം പറയുന്നുണ്ട്. ആ രൂപത്തിൽ സൂറത്തു യാസീൻ ഒരു തവണയെങ്കിലും ഓതി നോക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ അത് കാരണമാകും. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തു യാസീൻ നമുക്കൊക്കെ അറിയാം. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, അത് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിലെ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം നിയ്യത്ത് കരുതി ആ നിയ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ നിയ്യത്ത് വെച്ചു എന്ന് എഴുതി അറിയിക്കാറുണ്ട്. അവരൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് കാരണമായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഓതുന്ന രൂപത്തിലുള്ള ഒരു സാധാരണ നമ്മൾ ഓതുന്ന രൂപം, ഒരു പ്രത്യേക ആയത്തുകൾ കഴിഞ്ഞിട്ട് ആ ആയത്തുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹാജത്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു രൂപവും കൂടെയാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ആ പ്രയാസങ്ങളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനൊക്കെ ഈ ഒരു രൂപം കൃത്യമായി ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ആദ്യം അതിന്റെ രൂപം വിശദീകരിക്കാം. രൂപം വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് എക്സ്പ്ലനേഷൻസ് നൽകുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അത് കേവലം ആ ഒരു അമല് മാത്രം പറഞ്ഞു തീർക്കുന്നതിനേക്കാളും അപ്പുറം അതിലേക്കൊരു ആഗ്രഹം ജനിപ്പിക്കുകയും ആ ആഗ്രഹത്തിലൂടെ പ്രത്യേക മനസാന്നിധ്യത്തോടുകൂടെ പ്രവേശിക്കാൻ കാരണമാകുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുക.
അത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ കാരണമാകും. അപ്പോൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് ഭയന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരമാവധി തെറ്റുകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും. പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഓരോ ദിവസം കൂടുന്തോറും തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മറ്റുള്ള ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റിയും കൂടെയാണത്. ഏതാണ് ആ ക്വാളിറ്റി? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ മറ്റൊരാളോട് വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളത് അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാളോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. തഖ്വ, ആ തഖ്വ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക്, തഖ്വയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് പ്രശ്നങ്ങളും റബ്ബിനോട് നേരിട്ട് പറയാം. അത് ഇത്തരം അമലുകളിലൂടെയാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ, ആ ഖുർആനിലെ പ്രത്യേക സൂറത്തുകൾ ഓതിയിട്ട് റബ്ബിനോട് നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ഷറഫ് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു വിഷയം, ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പറയുകയാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ അമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വീഡിയോയിൽ ഈ അടുത്ത് ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ മുമ്പേ നമ്മൾ നിരവധി ആളുകൾക്ക് ഇതൊക്കെ ഫോൺ മുഖേനയും നേരിട്ട് വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള അമലാണ്. നല്ല ഫലമുണ്ടാകും. ഒരുപാട് അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമല് എത്ര ആളുകളാണ് ചെയ്യുന്നതെന്നറിയോ? ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു, ഒരുപാട് ആളുകൾ അത് ചെയ്തു, നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ. സൂറത്തുൽ ഫത്ഹിന്റെ 21 തവണ സൂറത്തുൽ ഫത്ഹ് 7 ദിവസങ്ങളിലായി ഓതുന്നത്, വെള്ളിയാഴ്ച ഓതുന്നത്, പ്രത്യേക രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമൽ എത്ര ആളുകളാ ചെയ്തത്? നല്ല റിസൾട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യാ ലത്തീഫിന്റെ അമല്, സൂറത്ത് യാസീനിന്റെ തന്നെ മറ്റൊരു അമൽ, 25 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന ഒരു രൂപം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് അവനവന്റെ ഹൃദയങ്ങൾക്കകത്ത് കിടക്കുന്ന നീറുന്ന വ്യതകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അങ്ങ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അതൊക്കെ സാക്ഷാത്കരിച്ചു തരികയാണ്. ഇപ്പോ നമ്മുടെ ഇടയിൽ എത്ര ആളുകൾ വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, ശക്തമായ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, എത്രയോ പഴക്കം ചെന്ന സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ഐനിന്റെ പ്രശ്നത്തിലകപ്പെട്ടവര്, ഐനുമായി ബന്ധപ്പെട്ടവര്, അതേപോലെ തന്നെ കൈവശം എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. പല വിഷയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര്, തലക്ക് മീതെ താങ്ങാനാകാത്ത വലിയ വലിയ ബാധ്യതകളുമായി ലക്ഷങ്ങൾ ബാധ്യതയുള്ള ആളുകള്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകള് നമ്മുടെ മുമ്പിലൊക്കെ പലരും അവരുടെ മക്കളെ കുറിച്ചും അവരുടെ മരുമക്കളെ കുറിച്ചും അവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ ക്യാൻസർ രോഗികളെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിക്കരയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോഗ്യ ദൃഢഗാതരായി നടന്നിരുന്ന എത്രയോ സഹോദരിമാർ, പെട്ടെന്ന് സഹോദരന്മാർ അവർ ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത ഒരു സുപ്രഭാതത്തിൽ, ഒരു പ്രഭാതത്തിൽ, ഒരു ഹോസ്പിറ്റലിൽ പോകില്ല അങ്ങ് കേൾക്കുമ്പോൾ തകർന്നു പോവുകയാണ്. അങ്ങനെ കരഞ്ഞ് നമ്മുടെ മുമ്പിൽ വിഷമങ്ങൾ പറയുന്നവരുണ്ട്. ശൈത്വാനീയത്തിന്റെ പൈശാചികമായ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുള്ളവര്, വൈവാഹിക തടസ്സമുള്ളവര്, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുള്ളവര്, ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾ മനസ്സകങ്ങളിൽ നീറുന്ന ആളുകള്. അത്തരം ആളുകൾക്കൊക്കെ ഈ പറയുന്ന സൂറത്ത് യാസീനിന്റെ അമല്, ഞാൻ ഈ ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആവശ്യങ്ങളിൽ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം ആഴ്ചകളിലാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ദിവസങ്ങളിൽ തന്നെ ചെയ്യണം. അപ്പോ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിഷയം പൂർത്തീകരിക്കാൻ അത് കാരണമാകും. ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് അത് ഖൽബുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഖൽബാണ്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ, ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ, ഖുർആനിന്റെ ഹൃദയം അത് സൂറത്ത് യാസീൻ
യാസീൻ ആണെന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, അതേതൊരു ആവശ്യത്തിന് വേണ്ടി ഓതപ്പെടുന്നോ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. അപ്പൊ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നല്ല നിയ്യത്ത് വെച്ചിട്ട് ഓതാവുന്നതാണ്. അപ്പൊ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. എന്താ അദബുകള്? അത് മഖ്റജ് ശരിയാക്കിയിട്ട് ഓതണം. അപ്പൊ ഉസ്താദേ ഞാൻ ഇങ്ങനെ ഇപ്പൊ മഖ്റജ് ശരിയാക്കി ഓതും, എനിക്കതിന് കഴിയോ? നമ്മുടെ മജ്ലിസിലൊക്കെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഒരുവിധം അതിന്റെ ഒപ്പം ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മഖ്റജ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓതുന്നത് പോലെ ഓതാൻ പറ്റും. പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തെറ്റുകളില്ലാതെ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് ഓതാൻ പറ്റും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതേണ്ട തിലാവത്തിന്റെ മര്യാദകളും അദബുകളും നിയമങ്ങളും അനുസരിച്ച് പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിന് അങ്ങനെ ഓതുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. നല്ല നിയമങ്ങൾ അനുസരിച്ച് ഓതുന്ന സമയത്ത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓതാം. പുരുഷന്മാരൊക്കെ ഓതുന്ന സമയത്ത് തലമറച്ച് ഈ ഒരു അമല് ചെയ്യണമെങ്കിൽ തലമറച്ച് വുളുവോടുകൂടെ നല്ല വെള്ളവസ്ത്രം ധരിച്ച് അത്തർ പൂശി, സഹോദരിമാരൊക്കെ അങ്ങനെ തന്നെ ഓതുമ്പോൾ നല്ല ആ ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടെ പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ച് കാമിലായ വുളു എടുത്ത്, അതൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന അമല് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും. നമ്മൾ ഓരോ സുന്നത്തുകളും പാലിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ നമ്മുടെ നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാരണങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ, ആദ്യമായിട്ട് തയ്യാറാകുമ്പോൾ വുളു എടുക്കുമല്ലേ? വുളു എടുക്കുന്ന സമയത്ത് വുളുവിന്റെ എല്ലാ സുന്നത്തുകളും ആദാബുകളും പാലിക്കുക. ഖിബലക്ക് മുന്നിട്ട് വുളു എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. വുളു എടുക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും പാലിച്ച് കാമിലായ വുളു എന്ന് പറയൂലേ, പൂർണ്ണമായ വുളു, അങ്ങനെ കാമിലായ വുളു എടുത്ത് നമ്മൾ വുളു എടുത്ത് പ്രത്യേകം വന്ന് തലമറച്ച് അത്തറൊക്കെ പൂശിയിട്ട് സുഗന്ധം പൂശിയിട്ട് ഖിബലക്ക് മുന്നിട്ടിരുന്നിട്ടാണ് ഈ അമല് ചെയ്യേണ്ടത്. അപ്പൊ ആ അമല് ചെയ്യേണ്ട കൃത്യമായ രൂപം നമ്മൾ പറയാണ്. ഞാൻ ഡിസ്പ്ലേയിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഭാഗം എങ്ങനെയാണ് എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഫഖും വതവല്ല ബിനിയ്യതി ഖളാഇ തിൽക്കൽ ഹാജ. എന്താണ്? അവൻ വേഗം തയ്യാറായി റെഡിയായി നല്ല വുളു, അത് കാമിലായ വുളു എടുത്ത് ബിനിയ്യതി ഖളാഇ തിൽക്കൽ ഹാജ. ബിനിയ്യതി ഖളാഇ തിൽക്കൽ ഹാജ എന്ന് പറഞ്ഞാൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ ഈ ഒരു അമല് ചെയ്യുന്നത് ആ ഒരു കരുത്ത് അവന്റെ ഹൃദയത്തിൽ എപ്പോഴും വേണം. അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പോടുകൂടെ അവൻ വന്ന് വബിറജാ ഇസ്തിജാബത്തി ദുആ, വബിറജാ ഇസ്തിജാബത്തി ദുആ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആഇന് ഇജാബത്ത് നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവന്റെ നിയ്യത്ത് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ വബിറജാ ഇസ്തിജാബത്തി ദുആഇ, അവന്റെ ദുആ അല്ലാഹു ഇജാബത്ത് നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ അവന് വരണം. വന്നിട്ട് വതവജ്ജഹ് ഇലൽ ഖിബ്ല, അവൻ ഖിബ്ലയിലേക്ക് മുന്നിടണം. മുന്നിട്ട് ബിഹുളൂരിൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, നല്ല ശുദ്ധിയോടുകൂടെ, ഹൃദയ ശുദ്ധിയോടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് വസല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും 100 സ്വലാത്ത് ചൊല്ലണം. അപ്പോ ആദ്യമായിട്ട് നല്ല കാമിലായ വുളു എടുത്ത് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അല്ലാഹു അവന്റെ ദുആക്ക് ഇജാബത്ത് നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് 100 സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവിടുത്തെ അനുചരന്മാരുടെ കുടുംബങ്ങളുടെ മേലിലും ഉള്ള സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ അതിന് വലിയ പണിയില്ല. നമ്മൾ കാമിലായ വുളു എടുത്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് നേരെ വന്നിരുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് 100 തവണ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ
വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എന്നിട്ട് അവൻ സൂറത്തു ഫീ ഖിറാഅത്തി സൂറ, അവൻ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതിൽ അവൻ പ്രവേശിക്കണം. എങ്ങനെ അവൻ പ്രവേശിക്കേണ്ടത്? അവൻ സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. സൂറത്തു യാസീൻ പാരായണം ചെയ്തിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുക ചില ആയത്തുകൾ. ആ ആയത്തുകൾ എത്തുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ എത്തുന്ന സമയത്ത് അപ്പൊ ഒന്നാമത്തെ സ്ഥലം നോക്കൂ, വത്തുലുബ് ഹാജത്തക ബഅദ സലാസത്തി മവാദിഅ, 3 സ്ഥലങ്ങൾക്ക് ശേഷം നിന്റെ ആവശ്യത്തെ നീ റബ്ബിനോട് ചോദിക്കുക, തേടുക, പറയുക. ഏതാണ് ആ 3 സ്ഥലങ്ങള്? ഒന്ന് ബഅദ ഇമാമിൻ മുബീൻ അൽ ആയ, 12ാമത്തെ ആയത്ത്. ബഅദ ഇമാമിൻ മുബീൻ എന്ന് പറയുന്ന ആ 12ാമത്തെ ആയത്തിന്റെ ശേഷം അവൻ അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിനെ പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫീ ഫലകി യസ്ബഹൂൻ എന്ന് പറയുന്ന 40ാമത്തെ ആയത്തിന്റെ ശേഷം അവൻ അള്ളാഹുവിനോട് ആവശ്യത്തിനെ പറയാം. പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിന്റെ ശേഷം 7 തവണ ആ ആയത്ത് ആവർത്തിക്കുക. അതിനുശേഷം ബഅദൽ കലിമത്തി ഷരീഫ ഇമാമിൻ മുബീൻ 12ാമത്തെ. അപ്പോൾ ഈ ഒരു 3 സ്ഥലങ്ങളിൽ, ഏതാ 3 സ്ഥലങ്ങള്? ഒന്ന് ഇമാമിൻ മുബീൻ എന്നുള്ളതും 12ാമത്തെ ആയത്ത്, രണ്ടാമത്തെ ഫീ ഫലകി യസ്ബഹൂൻ എന്നുള്ള ആ 40ാമത്തെ ആയത്ത്, മൂന്നാമത്തെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അത് 11 തവണ ആവർത്തിച്ചതിന് ശേഷം അതിനുശേഷം ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിൽ അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ പറയുക. ഇത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇമാമിൻ മുബീൻ എന്നുള്ള 12ാമത്തെ ആയത്ത്, ഫീ ഫലകി യസ്ബഹൂൻ എന്നുള്ള 40ാമത്തെ ആയത്ത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് കഴിഞ്ഞിട്ട് അത് 7 തവണ ആവർത്തിച്ചതിന് ശേഷം അതിനുശേഷം 7 തവണ അത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുക. എന്നിട്ട് അതിനുശേഷം അള്ളാഹുവിനോട് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ ഈ വന്നത്, മകളുടെ വിവാഹം ശരിയാവാനാവട്ടെ, ജോലി ശരിയാവാനാവട്ടെ, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാനാവട്ടെ, ദുസ്വഭാവം മാറാനാവട്ടെ, ഏതു വിഷയങ്ങൾക്കാണെങ്കിലോ എന്തു നീയത്ത് കരുതിയിട്ടും, സ്ഥലം കൂടൊക്കെ വിറ്റുപോകാനുള്ള ഏതു നീയത്തും കരുതാം. ആ നീയത്ത് കരുതിയിട്ട് ഈ ഒരു 7 സലാമുൻ ഖൗലൻ അത് കഴിഞ്ഞതിന് ശേഷം ആ ആവശ്യം അള്ളാഹുവിനോട് പറയാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനിയുള്ള ആയത്തുകൾക്ക് ശേഷം 1 തവണ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയാം. ഏതാണ് ആ ആയത്തുകൾ? 17ാമത്തെ ആയത്ത് ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നുള്ള ആയത്ത്, അതേപോലെ തന്നെ ലലാലിൻ മുബീൻ എന്ന് പറയുന്ന 24ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ അദുവ്വു മുബീൻ എന്ന് പറയുന്ന 60ാമത്തെ ആയത്ത്, ഖുർആനും മുബീൻ എന്നുള്ള 69ാമത്തെ ആയത്ത്, ഖസീമുൻ മുബീൻ എന്നുള്ള 77ാമത്തെ ആയത്ത്. ഈ ആയത്തുകൾക്ക് ശേഷം 1 തവണ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യാം. ഇങ്ങനെ ഈ രൂപത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ബിഅന്ന ഖത്മത സൂറത്ത് യാസീൻ മുജറബത്തുൻ ലിഖളാഇ ജമീഇൽ ഹവായിജ്, അവന്റെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ രൂപത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത്, ഖത്മ ചെയ്യുന്നത് മതിയാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രത്യേകം ഇപ്പൊ ഈ പറഞ്ഞ രൂപങ്ങൾ കൃത്യമായി മനസ്സിലായല്ലോ. ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. അത് ഖിബിലയിലേക്ക് മുന്നിട്ട് ഇരുന്ന് ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 സ്വലാത്ത് ചൊല്ലിയതിന്റെ ശേഷം ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കഴിയുന്ന രൂപത്തിൽ അവനെ അറിയാവുന്ന പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് യാസീൻ പൂർണ്ണമായും ഓതിയതിന് ശേഷം പ്രത്യേകം ദുആ ചെയ്യുകയും വേണം. അപ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത് കാരണമാകും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അള്ളാഹു പരിഹാരം തേടിയിട്ട് പോയ എത്രയോ വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളൊന്നും പല സ്ഥലങ്ങളിലും പോയിട്ട് പരിഹരിച്ചിട്ടുണ്ടാകില്ല. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം അമലുകൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ 1 തവണയെങ്കിലും അത് ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ ആ ശുഭപ്രതീക്ഷയിൽ, ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ദുആ ഇജാബത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ചെയ്യേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സകങ്ങളിൽ കിടക്കുന്ന ആ പ്രയാസങ്ങൾ അറിയുകയും അല്ലാഹു അത് പൂർത്തീകരിച്ച് തരികയും
നിരവധി ആളുകൾക്ക് അത് കാരണമായിട്ട് വലിയ റിസൾട്ട് ലഭിക്കുകയും ചെയ്ത അമലുകളാണ് പറഞ്ഞത്. അപ്പോൾ ആ നിയ്യത്തോടു കൂടെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ്, ഏത് ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ആഗ്രഹം നേടാനാണെങ്കിൽ, ഒരാവശ്യം പൂർത്തീകരിക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവാണ് ചെയ്യേണ്ടത്. മനസ്സിലായാലും വെള്ളിയാഴ്ച രാവിലെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഈ അമല് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കടം വീടാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ കടം വീടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് തിങ്കളാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. അപ്പൊ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് സുബ്ഹിക്ക് ശേഷം ചെയ്യാം, ളുഹറിന് ശേഷം ചെയ്യാം. തിങ്കളാഴ്ച ദിവസം എല്ലാ സമയങ്ങളിലും ചെയ്യാം. ഞാനീ പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായിരിക്കുക എന്നുള്ളത് അത് കൂടുതൽ ഇജാബത്തിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ കടം വീടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ദിവസം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നല്ല റിസൾട്ട് ലഭിക്കും. ഇനി എന്തെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഐനുമായി ബന്ധപ്പെട്ട പ്രശ്നം, എന്തെങ്കിലും ഒരു ഉപദ്രവം അങ്ങനെയുള്ളത് തട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അതിനെ ഉയർത്തിക്കളയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ട ദിവസം ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പൊ ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ലഭിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്ത് ലഭിക്കണം, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ചയെയും ഇസ്സത്തിനെയൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത് ചെയ്യാൻ. അപ്പൊ ഏത് സമയം ചെയ്യണം, ഇപ്പൊ ദിവസങ്ങളാണ് പറഞ്ഞത്, സമയങ്ങളും ചിലത് പറഞ്ഞു. ഏതു സമയം ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ സമയം തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൽ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം, ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയമായി, നിസ്കാരത്തിന്റെ ശേഷമായിരിക്കൽ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുമ്പോൾ തന്നെ അത് സുബ്ഹ് നിസ്കാരത്തിന്റെയോ മഗ്രിബ് നിസ്കാരത്തിന്റെയോ ശേഷമാകൽ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും. ഒന്നുകിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ചെയ്യുക. വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി, അതാണല്ലോ വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി. ആ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി ചെയ്യാം. അങ്ങനെ ഈ പറയുന്ന ദിവസങ്ങളിലായി ഏതാണോ അവന്റെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾക്കുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും. ഒരുപാട് കാലമായിട്ട് നിരവധി അമലുകൾ ഞങ്ങൾ ചെയ്യുന്നു, ഇതുവരെ അതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഏതാവശ്യങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുന്ന മഹത്തായ സൂറത്തു യാസീൻ. യാസീൻ സൂറത്ത് ഓതാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ സൂറത്ത് യാസീൻ കൊണ്ടുള്ള പവിത്രമേറിയ ഈ ഒരു അമല് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതൊരു അമലും ഏതൊരു പ്രവർത്തനവും നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നല്ല തഖ്വയുള്ളവരായിരിക്കണം. അള്ളാഹു നമ്മെ കാണുന്നില്ലെങ്കിലും, അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഹറാമിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം. മനുഷ്യരാണ്, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ ചെയ്യാനുള്ള ചാൻസസ് അത് കൂടുതലാണ്. അപ്പൊ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനതറിയാം, നമുക്കതറിയാം. ആരും അറിയാത്ത തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് റബ്ബത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. നമ്മളൊക്കെ തൗബ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റമളാന് 27-ാം രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, ഒറ്റയിട്ട രാവ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അല്ല, ഏതു സമയവും നമുക്ക് തൗബ ചെയ്യാം. ഇതാ ഈ ശബ്ദം കേൾക്കുന്ന ഈ സമയം, ഇന്നത്തെ രാത്രിയിൽ ഒരു തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് തൗബ ചെയ്യാവുന്നതാണ്. അങ്ങനെ തൗബ ചെയ്ത് അള്ളാഹു തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായി, പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റുകളും മനുഷ്യ സഹജമാണ്, സംഭവിച്ചേക്കാം. മലക്കുകളല്ല മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല സാധുക്കളായ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളൊക്കെ കൂടുതലായി വന്നപ്പോൾ ഇബ്ലീസിന്റെയും ശൈത്വാനീയത്തിന്റെയും ഷർറുകളിൽപ്പെട്ട് ധാരാളം പാപങ്ങൾ ചെയ്തവരാണ്. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെ. അപ്പോൾ തൗബയുടെ മനസ്സോടുകൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചെയ്താൽ അള്ളാഹു നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചു തരും. നമ്മള് ആരും അറിയാതെ ചെയ്ത എത്രയോ പാവങ്ങളുണ്ടാവും. എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും എത്രയോ ആളുകള് അള്ളാഹുവിനോട് എത്ര വലിയ തെറ്റുകൾ, നമുക്കറിയാലോ, 100
99 ആളുകളെ കൊന്നിട്ട് എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ച് നടന്ന അവസാനം ഒരു പണ്ഡിതനോട് പോയിട്ട് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എങ്ങനെയാണോ മാപ്പ്, 99 ആളെ കൊന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതനെയും കൊന്ന് 100 തികച്ചയാൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റബ്ബിനോട് പാശ്ചാത്താപ മനസ്സോടുകൂടി റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാ. അപ്പോൾ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. ഭർത്താവ് അറിയാതെ ഭാര്യമാരെ പല ആളുകളോടും ഹറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ തൻ്റെ സ്വന്തം ഇണ അറിയാതെ ചെയ്ത ആ തെറ്റിന് റബ്ബിനോട്, വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, റബ്ബിനോട് പശ്ചാത്തപിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യ അറിയാതെ ഏതെങ്കിലും ബന്ധങ്ങളിലോ ഹറാമിന്റെ ബന്ധങ്ങളിലോ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് നിന്ന് ഇത്തരം തെറ്റുകൾ ഉണ്ടാവൂല, ഞാനിതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ അതിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നെഞ്ചു പിടക്കണം. എന്തിനു നെഞ്ചു പിടക്കണം? ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അല്ലാഹു നൽകിയ ഒരു ഭാര്യയെ വിട്ട് ഞാൻ മറ്റൊരാളുമായിട്ട്, അത് ചാറ്റിംഗ് ആണെങ്കിലും അത് ഫോൺ കോളിംഗ് ആണെങ്കിലും അത് വീഡിയോ കോളിംഗ് ആണെങ്കിലും അത് കറങ്ങാൻ പോകുന്ന സംവിധാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് രണ്ട് ഭാഗത്തു നിന്നും ഇല്ലാത്തതാണ്. അങ്ങനെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഒരു സമയം കണ്ടെത്തി. നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു സമയമുണ്ട്. മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം, മൃഗങ്ങളെല്ലാം കൂടണഞ്ഞ സമയം, ആരും കേൾക്കാത്ത ഈ അർദ്ധരാത്രിക്ക് ശേഷം ആ മരം കോച്ചുന്ന തണുപ്പിലും നീ വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഖിബിലയിലേക്കൊരു മുസല്ല വലിച്ചിട്ട് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ആ സമയത്ത് നീ കണ്ണീരൊലിപ്പിച്ച് നിന്റെ റബ്ബിനോട് ചോദിക്കുന്ന ആ ചോദ്യം, ആ ഒലിപ്പിക്കുന്ന കണ്ണുനീർ, അതിനേക്കാളും വലിയൊരു പശ്ചാത്താപ മനസ്സ് വേറെയൊന്നുമില്ല. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ച് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഈ പറയുന്ന അമൽ കൃത്യമായി ചെയ്താൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അത് കാരണമായിട്ട് പൂർത്തീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം ചൊവ്വാഴ്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും. അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം വാട്സപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റഗ്രാം ആകുമ്പോൾ ആർക്കും എടുത്തു നോക്കിയാൽ എപ്പോഴും കാണാൻ സാധിക്കും എന്നുള്ള ഒരു ഗുണമുണ്ടായത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി സമയം പാലിച്ച് വിളിച്ചവർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.